Once again, welcome back to KC's Classes. KC's Classesൻ്റെയും ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 2014-15-16 അഡ്മിഷൻ സ്റ്റുഡൻസിൻ്റെ വൺ ടൈം സപ്ലിമെൻ്ററി എക്സാം 4 സെമസ്റ്റർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ എന്ന് പറയുന്നത് നിസ്സംശയം പറയാം ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് ആണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സപ്ലി കിട്ടിയിട്ടുള്ള ഒരു പേപ്പർ ഇതാണ്. സോ നമുക്കിപ്പോൾ റെഗുലർ സ്റ്റുഡൻസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എക്സാം 5th സെമസ്റ്റർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് മന്ത് നമ്മുടെ MCOM വരുന്നുണ്ട്. അപ്പോൾ അവരുടെ വീഡിയോസാണ് നമ്മളിപ്പോൾ ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സപ്ലി കിട്ടിയിട്ടുള്ള ഒരു പേപ്പർ, സോ ആ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായി വന്നിട്ടുള്ള റിക്വസ്റ്റിൻ്റെ ബേസിലാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ QT പേപ്പറിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. സോ ഞാനിതിനേക്കാൾ മുമ്പ് QT പേപ്പറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ബട്ട് ഇത് 2014 10 വർഷം മുമ്പ് ഉള്ള അഡ്മിഷൻ സ്റ്റുഡൻസിൻ്റെ ആയതുകൊണ്ട് തന്നെ സിലബസിലെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ വീട്ടിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. സോ നമ്മൾ 14, 15, 16 അഡ്മിഷൻ സ്റ്റുഡൻസിൻ്റെ QT പേപ്പറിൻ്റെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലൈവ് ഓൾറെഡി എടുത്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സൊക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. വലിയൊരു പേപ്പറിന് നമ്മളൊരു 12 സെഷൻ കൊണ്ട് എടുത്ത് അവസാനിപ്പിച്ചിട്ടുള്ളതാണ്. ഒരു സെഷൻ ഏകദേശം ഒരു 1 hour, 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെയുള്ള സെഷൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് 5 മൊഡ്യൂളും നല്ല രീതിയിൽ പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. സോ ഈ ഒരു സബ്ജക്റ്റിന് ഏറ്റവും ബെസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നതാണ് LR പോറ്റിയുടെ ടെക്സ്റ്റ് ബുക്കാണ്. സോ നിങ്ങളുടെ കയ്യിൽ LR പോറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ബിക്കോസ് അതിലത്തെ അതേ ചോദ്യങ്ങളാണ് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരാറ് QTക്ക്. ദെൻ ഞാൻ എന്തുകൊണ്ട് സ്റ്റഡി മെറ്റീരിയൽ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് 10 വർഷം മുമ്പുള്ള സിലബസ് ആയതുകൊണ്ട് തന്നെ അന്ന് അഡ്മിഷൻ എടുത്തുള്ള കുട്ടികളൊക്കെ ഇപ്പോൾ ജോലി ചെയ്യുകയാണ്. അവർ ജോലിയുടെ പലരും വിദേശത്താണ്. ഈ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് വരാണ്. അപ്പോൾ പലരുടെ കയ്യിലും ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്കൊന്നുമില്ല. അവരുടെ കയ്യിൽ ഇപ്പോഴും എടുക്കാൻ സാധിക്കുന്നത് ഈ സ്റ്റഡി മെറ്റീരിയലാണ്. അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മെജോറിറ്റി കുട്ടികൾ ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ബേസിൽ പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ LR പോറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ 14 അഡ്മിഷൻ സ്റ്റുഡൻസിന് ശരിക്കും പറഞ്ഞാൽ 11 മുതലുള്ള അതേ സിലബസ് തന്നെയാണ് ഉള്ളത് കേട്ടോ. 2011 മുതൽ ഉള്ള അതേ സിലബസ് തന്നെയാണ്. അത് 18 വരെ ചേഞ്ച് ചെയ്തിട്ടില്ല. 19 മുതലാണ് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് പറയാനുള്ളത് QT പേപ്പറിന് 11 മുതൽ 18 വരെ ഒരേ സിലബസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണിൽ വ്യത്യാസം ഉണ്ടെങ്കിലും സിലബസ് സെയിം ആണ്. അപ്പോൾ 18 വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ പോറ്റിയുടെ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ പഠിച്ചാൽ മതി. ഓക്കെ, സോ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് BBA BCom സെയിം ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. BBAക്കാർ അത് 3rd സെമസ്റ്ററിൽ പഠിക്കണമെന്ന് മാത്രം. അപ്പോൾ നമുക്ക് 5 മൊഡ്യൂൾസിനെ ഒരു 11 ചാപ്റ്റർ ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കും. 5 മൊഡ്യൂൾസ്. അപ്പോൾ ഈ 11 ചാപ്റ്റേഴ്സിനെ നമുക്ക് 3 പാർട്ടുകളായിട്ട് പഠിക്കാം. ഞാൻ QTയിൽ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ സിലബസിനെ നമുക്ക് 3 പാർട്ടാക്കി പഠിക്കാം. ഫസ്റ്റ് പാർട്ടാണ് ഏറ്റവും ഈസിയസ്റ്റ് പാർട്ട്, ദെൻ സെക്കൻഡ്, തേർഡ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഓർഡറിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്കും പാസ്സാകാൻ ഏറ്റവും ഹെൽപ്ഫുള്ളാകുന്ന ഒരു ഓർഡറാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതല്ലാണ്ട് ബുക്ക് എടുത്ത് നിങ്ങൾ ഒരു കാരണവശാലും ഈ 11 ചാപ്റ്റർ അതേ ഓർഡറിൽ പഠിക്കരുത്. ഓക്കെ, ചങ്ക് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്
നമ്മൾ മനസ്സിലാക്കി വേണം പഠിക്കാൻ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ ബേസിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള തിയറി ചാപ്റ്ററാണ്. സോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ നിന്ന് 2 മാർക്സ് ചോദ്യങ്ങൾ, 4 മാർക്സ് ചിലപ്പോൾ തിയറി എസ്സേക്ക് 15 മാർക്കിൻ്റെയും അങ്ങനെ 3 പാർട്ടിലും മിനിമം 2 പാർട്ടിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടിക്കും പഠിച്ച് പാസ്സാകാൻ ഏറ്റവും ഹെൽപ്പ് നൽകുന്ന ഒരു ചാപ്റ്ററാണ് ക്യൂട്ടിയുടെ ബേസിക്സ്. ദെൻ നെക്സ്റ്റ് കോറിലേഷൻ അനാലിസിസ്, ഏറ്റവും സിംപ്ലസ്റ്റ് ചാപ്റ്റർ. ഒന്നോ 2 ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ ഏത് പ്രോബ്ലംസും ചെയ്യാൻ സാധിക്കുന്ന ഒരു ചാപ്റ്ററാണ്. കൺസെപ്റ്റ് വളരെ എളുപ്പമാണ്. നമ്മുടെ ടോട്ടൽ 11 ഇപ്പോൾ ചാപ്റ്റേഴ്സ് പറഞ്ഞു, 5 മൊഡ്യൂളിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഈസിയസ്റ്റ് പ്രോബ്ലം ഉള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് കോറിലേഷൻ അനാലിസിസ് ആണ്. അതിൻ്റെ തിയറിയും വളരെ എളുപ്പമാണ്. ഓക്കെ, കംപ്ലീറ്റ് പഠിച്ച് നല്ല സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ റിഗ്രഷൻ അനാലിസിസ് ആണ് മറ്റൊരു ചാപ്റ്റർ. ഇത് ചേട്ടനാണെങ്കിൽ ഇത് അനിയനാന്ന് പറയില്ല, അല്ലെങ്കിൽ ഇത് ചേട്ടനാണെങ്കിൽ ഇത് അനിയനാ. കാരണം 2 ചാപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് പ്രോബ്ലംസ് മാറി മാറി വരുന്നതാണ്. ഒരേപോലെ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സാണ് നമ്മുടെ പിടിവള്ളി എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത വളരെ എളുപ്പമുള്ള ചാപ്റ്റേഴ്സാണ്. ഒരുപാട് ചോദ്യങ്ങൾ വരും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എസ്സേ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്ന കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ 2 ഏതെങ്കിലും ഒന്നിൽ നിന്ന് എസ്സേ ഉണ്ടാകുന്നതാണ്. കോറിലേഷനിൽ നിന്ന് എസ്സേ ചോദിച്ചാൽ പിന്നെ റിഗ്രഷനിൽ നിന്ന് 4 മാർക്സിൻ്റെ പ്രോബ്ലം ആയിരിക്കും. ഇപ്പോൾ റിഗ്രഷൻ എസ്സേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോറിലേഷനിൽ നിന്ന് അങ്ങനെ മാറിയിട്ടാണ്. ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിൻ്റെ ചോദ്യം ചോദിക്കും, എങ്കിൽ മറ്റേ ചാപ്റ്ററിൽ നിന്ന് എസ്സേ ആയിരിക്കും ചോദിക്കുക. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് തിയറി. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് 15 മാർക്കിൻ്റെ ഒരു എസ്സേ വന്നു, കോറിലേഷനിൽ നിന്ന് 4 മാർക്കിൻ്റെ പ്രോബ്ലം ഇട്ടു. ദെൻ 2 മാർക്സിൻ്റെ 2 ചാപ്റ്ററിൽ നിന്നും ചോദ്യങ്ങൾ വരും. മിനിമം 1 ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ 2 മാർക്ക് പിടിച്ചു നിൽക്കുക, ഇവിടെ 2 മാർക്ക് പിടിച്ചു നിൽക്കുക. ദെൻ ഇവിടെ മിനിമം ആണ് ഞാൻ പറയുന്നത് 6 മുതൽ 8 മാർക്ക്. എസ്സേ ചോദിച്ചിട്ടില്ലെങ്കിൽ മിനിമം 8, എസ്സേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൂടി 15ഉം 19 മാർക്ക് വരെ എന്ന് പറഞ്ഞാൽ 17, ദെൻ 21, 23, ദെൻ 30, 31, ചിലപ്പോൾ അത് 33 വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മിനിമം 30 to 35 മാർക്സ് ഒക്കെ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന 3 ചാപ്റ്റേഴ്സാണ്. ഇതിൽ നിന്ന് എസ്സേയും കൂടി വരാണെങ്കിൽ കൂടി നമുക്ക് പാസ്സാകാൻ വേണ്ടി വരുന്നത് 40 മാർക്സാണ്. 1 വേർഡ് വേറെ ഉണ്ട്. അപ്പോൾ ഒന്ന് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ 40 മാർക്ക് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന 3 ചാപ്റ്റേഴ്സാണിത്. അപ്പോൾ അതാ പറഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് അവസാനിപ്പിക്കേണ്ട ചാപ്റ്റേഴ്സാണ്. ഇത് കംപ്ലീറ്റ് പഠിക്കാൻ എപ്പോഴും ശ്രമിക്കുക. നിങ്ങൾ ഇതിലേക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. ഇതിന് ശേഷം നിങ്ങൾ മറ്റ് ഏരിയാസിലോട്ട് പോകാൻ പാടുള്ളൂ. ഓക്കെ, ഇത് പഠിച്ചു കഴിച്ച് പിന്നെ മാത്രമേ നെക്സ്റ്റ് ടോപ്പിക്സിലോട്ട് പോകാൻ പാടുള്ളൂ. സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റിയാണ്. പ്രോബബിലിറ്റി നോക്കുകയാണെങ്കിൽ തിയറി ഓഫ് പ്രോബബിലിറ്റി ബേസിക്സ് വരുന്നുണ്ട്. ദെൻ അതിനുശേഷം ഡിസ്ട്രിബ്യൂഷനാണ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ബൈനോമിയൽ, പോയിസൺ, നോർമൽ, ഇങ്ങനെ കാണാം. സോ ഇതിൽ നിങ്ങൾ ഈ ഫസ്റ്റ് 4th ചാപ്റ്റർ തിയറി ഓഫ് പ്രോബബിലിറ്റി ആയിരിക്കും മിക്ക കുട്ടികളും പഠിച്ചു തുടങ്ങാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബേസിക്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം എടുക്കും. ബട്ട് എക്സാമിന് എല്ലാ പ്രാവശ്യവും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് ഈ 3 ഡിസ്ട്രിബ്യൂഷനിൽ ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു എസ്സേ ഇടാം. ഒരു എസ്സേ. ദെൻ തിയറി ചോദിക്കും, 2 മാർക്സിൻ്റെയിലും വരും, അതുപോലെ തന്നെ 5 മാർക്സിൻ്റെയിലും വരും. എന്ന് പറഞ്ഞാൽ മിക്ക കുട്ടികളും ഈ ബേസിക്സ് മുഴുവൻ പഠിച്ച് സമയം കളയും. ബട്ട് കൂടുതൽ മാർക്സ് വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ നിന്നാണ്.
സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, തിയറി ഓഫ് പ്രോബിലിറ്റി എന്ന് പറയുന്ന ബേസിക്സിൽ നിങ്ങൾ ഇതിൽ 2 മാർക്സിൻ്റെ വരുന്ന ബേസിക് ചോദ്യങ്ങളുണ്ട്, ഞാനത് പറഞ്ഞുതരാം. ആ ചോദ്യങ്ങൾ പഠിക്കാൻ കുറച്ച് സമയം മതി. അതൊരു 5-8 ചോദ്യങ്ങളുണ്ട്, 8-10 ചോദ്യങ്ങൾ. അത് നോക്കി ആ പ്രോബിലിറ്റി എന്ന് പറയണ തിയറി ഓഫ് പ്രോബിലിറ്റിയുടെ ഫസ്റ്റ് ചാപ്റ്റർ അവിടെ നിർത്താം. പ്രോബ്ലംസ് അവിടെ വയ്ക്കി നോക്കി നേരം കളയല്ലേ. പ്രോബ്ലംസ് വരില്ല എന്നല്ല, 2 മാർക്സിൻ്റെയിൽ വേണമെങ്കിൽ ഒരെണ്ണം വരാം, 4 മാർക്സിൻ്റെയിലും വേണമെങ്കിൽ ഇടാം. ബട്ട് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറേ നോക്കിയിട്ടാണ് നമുക്ക് ആ ഒരു ചോദ്യം കിട്ടുക. കുറേ നോക്കിയിട്ട് ഒരെണ്ണം കിട്ടണോ, നോക്കുന്ന തന്നെ എക്സാമിന് വരണോ, ഏതിനാ നമ്മൾ സമയം കൊടുക്കണ്ടേ, നോക്കുന്ന തന്നെ വരണം. അത് ആദ്യത്തെ 3 ചാപ്റ്റർ അങ്ങനെയാണ്, പഠിച്ചു കഴിഞ്ഞാൽ തന്നെ വരും. അപ്പോൾ ഈ പറയുന്ന മൊഡ്യൂൾ നമ്പർ 3 അതിലത്തെ തിയറി മാത്രം നോക്കിയിട്ട് അവിടെ വയ്ക്കുക. ഞാൻ പറയുന്ന ചോദ്യങ്ങൾ തന്നെ നോക്കുക. ദെൻ നെക്സ്റ്റ് നിങ്ങൾ നേരെ പോകേണ്ടത് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്, ഇതിലിപ്പോൾ ഒന്നും നോക്കാനൊന്നുമില്ല. നിങ്ങൾ നേരെ പോകേണ്ടത് ബൈനോമിയൽ, പോയിസൺ, നോർമൽ, ഈ 3 ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ ഡീറ്റെയിൽസിലോട്ടാണ്. ഇതിൽ ഈ 3 ഡിസ്ട്രിബ്യൂഷൻ്റെയും ഫീച്ചേഴ്സ്, പ്രോപ്പർട്ടീസ് എന്ന് പറയും, പ്രോപ്പർട്ടീസ് നിർബന്ധമായും പഠിച്ചിരിക്കണം. തിയറി ബൈനോമിയൽ, പോയിസൺ, നോർമൽ, ഇതിൻ്റെ പ്രോപ്പർട്ടീസ് തിയറി പഠിച്ചിരിക്കണം. നമുക്ക് 4 മാർക്കോ 2 മാർക്സിലോ എല്ലാത്തിലും നമുക്ക് 2 മാർക്കിൻ്റെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിക്കും. ദെൻ ഇതിൻ്റെ പ്രോബ്ലം ചോദിക്കും, എസ്സേ ചോദിക്കും. അപ്പോൾ ഇതിൽ ബൈനോമിയൽ, പോയിസൺ, നോർമൽ 3 എണ്ണം ഉണ്ടെങ്കിലും ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ സാധാരണ നിങ്ങളുടെ അഡ്മിഷനിൽ വരാറ് ബൈനോമിയലിൽ നിന്നോ പോയിസണിൽ നിന്നാണ്. എസ്സേ ഫിറ്റിംഗ് ഇടാം, 4 മാർക്കിൻ്റെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രോബ്ലം ആയിട്ട് വരും, ഷുവറാണ്. അതിപ്പോൾ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്നാവും വരാം. ബൈനോമിയൽ, പോയിസൺ. എസ്സേക്ക് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് എപ്പോഴും വെക്കുന്നത് ബൈനോമിയൽ തന്നെയാണ്. മാറി മാറി ഇടും കേട്ടോ. അപ്പോൾ ഈ 3 ഡിസ്ട്രിബ്യൂഷൻ പഠിച്ച് അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ നിങ്ങളുടെ ഫസ്റ്റ് 3 ചാപ്റ്റർ പഠനത്തിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് പഠിക്കേണ്ടത് എന്താണ്? പ്രോബിലിറ്റിയുടെ ബേസിക് തിയറി മാത്രം പ്രോബ്ലം അവിടെ വയ്ക്കുക. ദെൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലം, പോയിസൺ, ഈ 2 ചാപ്റ്ററുകൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇതിൽ ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു എസ്സേ പ്രതീക്ഷിക്കുന്നുണ്ട്, 4 മാർക്കിൻ്റെ പ്രോബ്ലം, 2 മാർക്സിൻ്റെ തിയറി ചോദ്യങ്ങൾ. നോർമലിൽ നിന്നും വരാം, ബട്ട് കൂടുതൽ കണ്ടുവന്നിട്ടുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, ദെൻ അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ഹൈപ്പോത്തസിസിൻ്റെ ഡീറ്റെയിൽസിലോട്ടാണ് പോകുന്നത്. ഹൈപ്പോത്തസിസിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഹൈപ്പോത്തസിസിൻ്റെ കുറച്ച് ബേസിക് തിയറി ഉണ്ട്. അതിനുശേഷം കൈ സ്ക്വയർ ആണ് മെയിനായിട്ട് നോക്കേണ്ട ഒരെണ്ണം, കൈ സ്ക്വയർ ടെസ്റ്റ്. ദെൻ അതിനുശേഷം അനോവ. ഈ 2 കാര്യങ്ങളിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതല്ലാണ്ടുള്ള ഇപ്പോൾ ZT ഇതൊക്കെ ഉണ്ട്, അപ്പുറത്തെ ഓപ്ഷൻ ഉണ്ട്, ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ സ്പെഷ്യൽ സപ്ലിമെൻ്ററി കെയറാണ് പറയണത്. നമുക്ക് എല്ലാ ടെസ്റ്റുകളൊക്കെ നോക്കി പോയിട്ട് ചിലപ്പോൾ അതിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈ സ്ക്വയർ, അനോവ, ഇത് ഹൈപ്പോത്തസിസിൻ്റെ ഏരിയാസിൽ മെയിൻ നോക്കുക. ദെൻ ഹൈപ്പോത്തസിസിൻ്റെ ബേസിക് തിയറി ഞാൻ പറയും, അത് നോക്കുക. അപ്പോൾ 3 പാർട്ട് എന്ന് പറയണത് ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ തിയറി ഓഫ് പ്രോബിലിറ്റിയിൽ, ബേസിക് തിയറി ഓഫ് പ്രോബിലിറ്റിയിൽ ഇത്തെ പ്രോബ്ലംസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഒരു ചോദ്യമാണ് സാധാരണ കണ്ടുവരാറ് കേട്ടോ. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് 5 മൊഡ്യൂളിനെ 11 ചാപ്റ്റേഴ്സ് ആക്കി മാറ്റിയിട്ടുള്ളതിൽ അതിനെ 3 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ഘട്ട, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ ബേസിക്സ്, കോറിലേഷൻ, റിഗ്രഷൻ. സെക്കൻഡ് ഘട്ട എന്ന് പറയുന്നത് പ്രോബബിലിറ്റി. തേർഡ് ഘട്ട എന്ന് പറയുന്നത് ഹൈപ്പോത്തസിസും വലിച്ചു വരി പഠിക്കരുത്. മെയിനായിട്ട് ഞാൻ പറഞ്ഞ കൈ സ്ക്വയർ, അനോവയിലേക്ക് ഫോക്കസ് ചെയ്യുക. ഹൈപ്പോത്തസിസിൻ്റെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന കുറച്ച് തിയറി ചോദ്യങ്ങളും നോക്കാം. ഈ രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്മാർട്ടായിട്ട് പാസ്സാകാൻ സാധിക്കും. നമുക്ക് വേണ്ടത് 40% ആണ്. അപ്പോൾ അത് നമ്മുടെ പാറ്റേൺ അറിയാം. 1 മാർക്സിൻ്റെ
10 ചോദ്യങ്ങളാണ് വരുന്നത്, പഴയ പാറ്റേണാ. അപ്പോൾ അങ്ങനെ 10 മാർക്ക്. ഈ 10 മാർക്ക് മെജോറിറ്റി കുട്ടികൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ അവിടെ തന്നെ നമുക്ക് പിന്നെ ബാലൻസ് 30 മാർക്ക് മതി. ഇതെല്ലാവരും സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ പാസ്സാകാനുള്ളൊരു പിടിവള്ളിയാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് ഇത്. കാരണം ഈ 10 മാർക്ക് കിട്ടി, പിന്നെ ഇൻറ്റേർണൽ ഉണ്ട്. ഇൻറ്റേർണൽ നമുക്ക് 20 മാർക്സ് ഉണ്ട്. ആ 20 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നോക്കിയേ 30 മാർക്ക് ഈ പറഞ്ഞ MCQസിൽ നിന്ന് കിട്ടും. ദെൻ നമുക്ക് ഔട്ട് ഓഫ് 80 വേണ്ടത് മിനിമം 16 മാർക്കാണ് പാസ്സാവാൻ. നമുക്ക് അതും കൂടിയും കിട്ടുകയാണെങ്കിൽ ഈ സബ്ജക്റ്റൊക്കെ സിമ്പിളായിട്ട് പാസ്സാക്കാൻ പറ്റും. എക്സ്റ്റേണലിൽ നിങ്ങൾക്ക് എപ്പോഴും വേണ്ടത് 20% മിനിമം. ഇന്റേണലും എക്സ്റ്റേണലും കൂടിയിട്ട് നമുക്ക് എത്ര മതി? 40 മതി. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതൊക്കെ പാസ്സാവാൻ പറ്റും. അപ്പോൾ നമ്മുടെ പാറ്റേൺ എന്ന് പറയുന്നത് എന്താ? 1 മാർക്കിൻ്റെ 10 ചോദ്യങ്ങൾ, പിന്നെ 2 മാർക്സിൽ 10 എണ്ണം വരും, അതിൽ 8 എണ്ണം എഴുതണം, 16 മാർക്ക്. ദെൻ നെക്സ്റ്റ് 4 മാർക്കിൻ്റെ 8 ചോദ്യങ്ങൾ തരും, അതിൽ 6 എണ്ണം എഴുതണം, അങ്ങനെ 24 മാർക്ക്. ദെൻ നെക്സ്റ്റ് essay 15 മാർക്ക്, അതിൽ 3 എണ്ണം തരും, 2 എണ്ണം എഴുതണം, 30 മാർക്ക്. അപ്പോൾ അങ്ങനെ 30, 50, 60, 70, 80 മാർക്കാണ് വരുന്നത് എക്സ്റ്റേണല്. ഇൻറ്റേർണല് നമുക്ക് 20 മാർക്ക് MCQ ഡിസ്റ്റൻസിന്, അങ്ങനെ 100. ഈ 20 നിങ്ങൾക്ക് പാസ്സാവാനുള്ള കാര്യം പറയണം. 20 നിങ്ങൾക്ക് ഒരു 10 കിട്ടിയെന്ന് വയ്ക്കുക. ദെൻ ഈ 10 മാർക്കിൻ്റെ ആദ്യത്തെ 1 വേർഡ് ഇല്ലേ, അതിലൊരു 5 എണ്ണം കിട്ടി, അപ്പോൾ തന്നെ 15 മാർക്കായി. MCQs മാത്രം പഠിച്ചാൽ ബാലൻസ് നമുക്ക് 25 മാർക്ക് ഒന്ന് എഴുതി മേടിക്കാൻ വല്ല പാടുണ്ടാ. ഞാൻ ഈ പറഞ്ഞ ഫസ്റ്റ് 3 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ കിട്ടും. അത് പഠിക്കുന്നത് തട്ടിക്കൂട്ടുപിടുത്താവരുത്. ഇപ്പം എൻ്റെ ക്ലാസ്സിൽ ഞാൻ വെടുപ്പായിട്ട് കൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കും. അത് അതുപോലെ തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാസ്സാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, കാരണം 2 മാർക്കിൻ്റെ ഒരു 4 എണ്ണം കിട്ടിയാൽ മിനിമം 10 ചോദ്യങ്ങളിൽ ഒരു 4 എണ്ണം കിട്ടാൻ ഒരു പാടില്ല. അവിടെ തന്നെ 8 മാർക്ക് കിട്ടി. 4 മാർക്കിൻ്റെ ഒരു 4 എണ്ണം കിട്ടി നിൽക്കുക, പകുതി തിയറി ചോദ്യങ്ങൾ വരും. കാരണം 8 ചോദ്യങ്ങളിൽ 4 തിയറിയും 4 പ്രോബ്ലമാണ്. അപ്പോൾ അവിടെ തന്നെ 12 മാർക്ക് കിട്ടി നിൽക്കുക. ദെൻ പിന്നെന്താ? essay 2 essayയും കൂടിയിട്ട് നമുക്കൊരു 10 മാർക്ക് കിട്ടിയാൽ മതി. 20, 30, 25-നായിട്ടും കൂടുതൽ കിട്ടി. ഒന്ന് വിചാരിച്ചാൽ ഈസി ആയിട്ട് പാസ്സാവാം. ഇതാണ് കുട്ടികളുടെ അടുത്ത് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാൻ ഡീറ്റെയിൽസ് ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത്. ഇനി നമുക്ക് ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽസിലോട്ട് പോകാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഫസ്റ്റ് ചാപ്റ്റർ ബേസിക് തിയറി ക്യൂട്ടീനെ പറ്റിയിട്ടുള്ളതാണെന്ന്. അപ്പം ഇതിൽ എന്താണ് ക്യൂട്ടി എന്നുള്ളത്, അതിൻ്റെ മീനിങ് നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. 2 മാർക്സിൻ്റെ ഇത് വരാറുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യൂട്ടി കാണാൻ പറ്റും. ഓക്കെ, ഈ ഏരിയയൊക്കെ കാണാൻ പറ്റും. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കോറിലേഷൻ, റിഗ്രഷൻ, റേഷ്യോ. ദെൻ ഇതിൽ പ്രോഗ്രാമിംഗ് ടെക്നിക്സിനെ പറ്റിയിട്ട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് 4 മാർക്കിൻ്റെ ചോദ്യത്തിൽ. പ്രോഗ്രാമിംഗ് ടെക്നിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നോക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതും ഈ വരുന്ന ചോദ്യങ്ങളാണ്. നമ്പർ 1 ഫങ്ഷൻസ് ഓഫ് ക്യൂട്ടി, നമ്പർ 2 യൂസസ് ഓഫ് ക്യൂട്ടി. essayക്കും 4 മാർക്കിൻ്റെ ചോദ്യങ്ങളിലും ഒക്കെ മാറി മാറി വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ലിമിറ്റേഷൻസും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്താ? ക്യൂട്ടി എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ്, യൂസസ്, ലിമിറ്റേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് ഈ പറഞ്ഞ ടോപ്പിക്സ്. കാരണം 2 മാർക്ക് കിട്ടും, 4 മാർക്ക് കിട്ടും, ചില സമയത്ത് 2+15 വേണമെങ്കിൽ വരാം. മിനിമം 6, മാക്സിമം 17 മാർക്ക് വരെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നൊരു ചാപ്റ്ററാണ് ഈ പറഞ്ഞ ചാപ്റ്റർ. കുറച്ച് ടോപ്പിക്സ് ഉള്ളു, മനസ്സിലാവുണ്ടോ? സോ ദാറ്റ്സ് അബൌട്ട് ഫസ്റ്റ് ചാപ്റ്റർ. ഒക്കെ നോക്കണം കേട്ടോ, ഇതിലൊന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാനില്ല.
ഇനി മൂവിങ് ടു ചാപ്റ്റർ നമ്പർ 2 കോറിലേഷൻ അനാലിസിസ് എഗെയിൻ. ഞാൻ പറഞ്ഞു ആദ്യത്തെ 3 ചാപ്റ്റർ കംപ്ലീറ്റ് പഠിക്കണം, നമ്മുടെ പിടിവള്ളി അത്. കാരണം എളുപ്പമുള്ളതാണ്, ഒക്കെ വരും ചെയ്യും. സോ ഇതിൽ എന്താണ് കോറിലേഷൻ നിർബന്ധമായും പഠിക്കണം. അതിൻ്റെ ഡെഫിനേഷൻ 2 മാർക്സിൻ്റെ വരുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോറിലേഷൻ എന്താണെന്നുള്ളത്. അതിൻ്റെ തിയറി നോക്കുക. സിഗ്നിഫിക്കൻസ് ഓഫ് കോറിലേഷൻ 4 മാർക്കിൻ്റെ വരാം. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക് ക്ലാസിഫിക്കേഷൻ ഓഫ് കോറിലേഷൻ, പോസിറ്റീവ്, നെഗറ്റീവ്, സിമ്പിൾ, പാർഷ്യൽ, മൾട്ടിപ്പിൾ, ലീനിയർ. ഇതിലേതെങ്കിലും ഒരെണ്ണം 2 മാർക്സിൻ്റെ വരാറുണ്ട്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കോറിലേഷൻ തിയറിക്ക് നിർബന്ധമായി നോക്കണം. പോറ്റിയുടെ ബുക്കിലൊക്കെ വളരെ സിമ്പിളായിട്ടുണ്ടത്. ഓക്കെ, ഇതിലേതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടും വരാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഡിഗ്രീസ് ഓഫ് കോറിലേഷൻ, ഇതിലും ഏതെങ്കിലും, ഇതിനേക്കാൾ കൂടുതൽ മറ്റേതാണ് വരാറ്, 2 മാർക്സിൻ്റെ വരാറുള്ളതാണ്. കൂടുതൽ നിങ്ങൾ തിയറി നോക്കുമ്പോൾ കോറിലേഷൻ എന്താണെന്നുള്ളതാണ് ഫോക്കസ് ചെയ്യേണ്ട 2 മാർക്സ്. പിന്നെ ഈ പറഞ്ഞ എന്താണ് ക്ലാസിഫിക്കേഷൻ കൂടി നോക്കി വയ്ക്കാൻ ചില സമയത്ത് 2 മാർക്സിൻ്റെ വരാം. ഓക്കെ, സിഗ്നിഫിക്കൻസ് നോക്കാം. ഇനി നമ്മൾ പ്രോബ്ലംസിൻ്റെ ഏരിയയിലോട്ട് പോവാണ്. സോ അതിലോട്ട് പോകുമ്പോൾ അതിനായിട്ട് മുമ്പ് നമുക്ക് സ്കാറ്റർ ഡയഗ്രാം എന്താണെന്നുള്ളത് കാണാൻ സാധിക്കും. 2 മാർക്കിൻ്റെ തിയറിക്ക് വരാറുള്ളതാണ്. ഓക്കെ, നിർബന്ധമായും പഠിക്കണം. ഇനി പ്രോബ്ലംസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ നമുക്ക് 3 മെത്തേഡുകളാണ് നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള. നമ്പർ 1 കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്. SCക്ക് ചോദിക്കാം, അതല്ലെങ്കിൽ 4 മാർക്ക്. ദെൻ റാങ്ക് കോറിലേഷൻ സ്പിയർമാൻ്റെ, ദെൻ കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ 2 കൂടുതൽ നിങ്ങളുടെ EIS കണ്ടുവരാറ്. സോ ഇതിൽ കാൾ പിയേഴ്സൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ്റെ ഒറ്റ ആദ്യത്തെ ബേസിക് ടൈപ്പ് ഇക്വേഷൻ പഠിച്ചാൽ തന്നെ ഏത് വന്നാലും ചെയ്യാൻ പറ്റും, ആൻസർ കിട്ടും. ദെൻ റാങ്ക് കോറിലേഷനാണ്, അത് റിപ്പീറ്റഡ് ഉണ്ട്, അതും നോക്കണം. ചിലപ്പോൾ SCക്ക് ഇടാറുണ്ട് 4 മാർക്കിന്. ഇത് 2 നല്ല രീതിയിൽ പഠിക്കാം. SCക്ക് ഏതെങ്കിലും ഒരെണ്ണോ അതല്ലെങ്കിൽ 4 മാർക്കിൻ്റെയോ ഷുവറാണ്. സോ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഒരൊറ്റ ഇക്വേഷൻ കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വന്നാലും നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഞാൻ അഗെയിൻ പറയുന്നു, പോറ്റിയുടെ ബുക്കിൽ വളരെ ഈസി ആയിട്ട് അതിൻ്റെ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പല ഡയറക്റ്റ് മെത്തഡ്, അസ്യൂംഡ് മീൻ മെത്തഡ് എന്നൊക്കെ കാണാൻ സാധിക്കുമെങ്കിലും നമുക്കറിയാം ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ വെച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് പ്രോബ്ലം കിട്ടും. പിന്നെ ഡീവിയേഷൻ മെത്തേഡും വെച്ച് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വാല്യൂസ് ആകുമ്പോൾ ഡീവിയേഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ കുറച്ചും കൂടി എളുപ്പമാവും എന്നുള്ളതാണ്. ഓക്കെ, കണ്ടോ, ഇത് സിമ്പിൾ ഇക്വേഷൻ. സോ ദാറ്റ്സ് അബൌട്ട് ശരിക്കും പറഞ്ഞാൽ കോറിലേഷനിൽ നിങ്ങൾ മെയിനായിട്ട് ഈ ഇക്വേഷൻ വെച്ച് ഇത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് നിർബന്ധമായും സ്കോർ ചെയ്യാൻ സാധിക്കും ഒരു essay അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ പ്രോബ്ലം. ദെൻ പ്രോബോളർ എന്താണ് 2 മാർക്കിൻ്റെ തിയറിക്ക് നോക്കണം. P എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്. പിന്നെ 2 മാർക്സിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്താണ് 2 മാർക്കിൻ്റെ തിയറി ചോദ്യം കാണാറുള്ളതാണ് കേട്ടോ, നിർബന്ധമായും പഠിക്കണം. ദെൻ ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഉണ്ട്, അഗെയിൻ 2 മാർക്സിൻ്റെ ചോദ്യമാണ്. ചില സമയത്ത് 4 മാർക്കിൻ്റെ തിയറിക്കും വരാറുണ്ട്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഞാൻ പറയണു, ഈ ചാപ്റ്റേഴ്സിൻ്റെ പ്രത്യേകത മാറി മാറി ചോദ്യങ്ങൾ വരുന്നതാണ്. നിങ്ങളുടെ അവസാനത്തെ ചാൻസ് ആണ്. അതുകൊണ്ട് പരമാവധി തിയറി എളുപ്പമുള്ള ഏരിയാസാണ്, നിർബന്ധമായും പഠിക്കുക. ഇനി റാങ്ക് കോറിലേഷനാണ്. റാങ്ക് കോറിലേഷനിൽ ഞാൻ പറഞ്ഞു 4 മാർക്കിൻ്റെ പ്രോബ്ലത്തിൽ ഒന്നെങ്കിൽ കാൾ പിയേഴ്സൺ അല്ലെങ്കിൽ റാങ്ക് ആണ്, റിപ്പീറ്റഡ് റാങ്ക്. പ്രോബ്ലം നിർബന്ധമായും പഠിച്ചിരിക്കുന്നു കേട്ടോ. കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡിൽ നിന്ന് അങ്ങനെ കണ്ടുവരാറില്ല, ജസ്റ്റ് ഒന്ന് നോക്കാം എന്ന് മാത്രം. ഓക്കെ, അത് വളരെ എളുപ്പമാണ്, ജസ്റ്റ് ചിഹ്നം മാറ്റിയിട്ടുള്ള പരിപാടികളാണല്ലോ. സോ ദാറ്റ്സ് അബൌട്ട് കോറിലേഷൻ അനാലിസിസ്. മൂവിങ് ടു ചാപ്റ്റർ നമ്പർ 3 റിഗ്രഷൻ അനാലിസിസ് ആണ്. സോ ഞാൻ പറഞ്ഞു റിഗ്രഷനിൽ നിന്ന് നമുക്ക് essay, കോറിലേഷനിൽ നിന്ന് essay ഇട്ടില്ലെങ്കിൽ ഇതിൽ നിന്നാവും, ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്നാണ് മാറി മാറി വരിക. സോ എന്താണ് റിഗ്രഷൻ നോക്കിയിരിക്കണം. 2 മാർക്സിൻ്റെ വരാറുള്ളതാണ്. ലീനിയർ റിഗ്രഷൻ, മൾട്ടിപ്പിൾ റിഗ്രഷൻ തിയറി നോക്കണം. റിഗ്രഷൻ ലൈൻ,
അതുപോലെ തന്നെ റിഗ്രഷൻ ഇക്വേഷൻ നോക്കി വെക്കേണ്ടതാണ് 2 മാർക്കിന്. ലീ സ്ക്വയർ മെത്തേഡ് ഇതൊക്കെ ഇതിൻ്റെ ബേസിക്സ് ആണ്, നോക്കി വെക്കുക. ദെൻ ഇതാണ് പ്രോബ്ലം വരുന്നത്, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇതിൽ. സോ y on x, x on y വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, കോറിലേഷൻ പഠിച്ചാൽ റിഗ്രഷൻ പഠിക്കാൻ പറ്റുള്ളൂ. ചെയ്ത് പഠിക്കുക, ഒരു essay കിട്ടും, വളരെ എളുപ്പമാണ് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് റിഗ്രഷനിൽ. പിന്നെ റിഗ്രഷനിൽ നമുക്ക് essay വരുന്ന മറ്റൊരു ടൈപ്പ് എന്ന് പറയുന്നത് കോറിലേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ട് ഈ ഒരു ടൈപ്പ് മെത്തേഡ് പ്രോബ്ലം, അത് ചിലപ്പോൾ 4 മാർക്കോ essayക്കോ ഇങ്ങനെയും ചോദിക്കാം. ഒരെണ്ണം ആദ്യത്തെ പറഞ്ഞത്, അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് കോറിലേഷനോ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ തന്നിട്ടുള്ള കാൽക്കുലേഷൻ. സോ ദാറ്റ്സ് അബൌട്ട് ഈ പറയുന്ന റിഗ്രഷൻ്റെ പ്രോബ്ലംസ്. ദെൻ റിഗ്രഷൻ്റെ തിയറി നോക്കണം. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു തിയറി ചോദ്യം, കോറിലേഷനും റിഗ്രഷനും തമ്മിലുള്ള ഡിഫറൻസ്. അതൊരു തിയറി ആയിട്ട് വരാറുണ്ട്. ഇതിലത്തെ പ്രോബ്ലംസ് ആണത്, വർക്കൗട്ട് ചെയ്ത് എന്തായാലും പഠിക്കണം കേട്ടോ. ഇത് 4 മാർക്കിൻ്റെ ചോദ്യത്തിൽ വരാറുള്ളതാണ്, നിർബന്ധമായും ഈ ഒരു തിയറിയും നോക്കണം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ പിടിവള്ളി എന്ന് പറയുന്ന ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ്. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 40 മാർക്സിൻ്റെ ചോദ്യം ഇത് ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്ന് തന്നെ വരാം. ഇത് പഠിച്ചാൽ തന്നെ പാസ്സായി. കാരണം ഇതിൽ നിന്ന് ഈ 40 മാർക്കിൻ്റെ ചോദ്യം വന്നാൽ നമുക്ക് അതിൽ നിന്നൊരു 25 മാർക്കെങ്കിലും കിട്ടി. ഇന്റേണൽ പിന്നെ 20 മാർക്ക് MCQ, ഇന്റേണൽ പിന്നെ 20 മാർക്ക് MCQ, അതിൽ നിന്നും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പാസ്സായില്ലേ. അപ്പം ഇനി നെക്സ്റ്റ് പ്രോബിലിറ്റി ആണ്. പ്രോബിലിറ്റി ഞാൻ പറഞ്ഞു, ഇതിൻ്റെ തിയറി നോക്കി ആദ്യം വെക്കുക, പ്രോബ്ലംസ് അവസാനം നോക്കിയാൽ മതി. ഇതിൽ നിന്ന് വരുന്ന തിയറി ചോദ്യങ്ങൾ റിപ്പീറ്റ്. എന്താണ് പ്രോബിലിറ്റി? നിർബന്ധമായും പഠിക്കണം, 2 മാർക്സിൻ്റെ തിയറി. ദെൻ ഒരുപാട് ടീംസ് പ്രോബിലിറ്റിയിൽ യൂസ് ചെയ്യുന്നതാണ്, മാറി മാറി വരും. അതിലാദ്യത്തെ റാൻഡം എക്സ്പെരിമെൻറ്റ് ഷുവറായിട്ട് പഠിക്കേണ്ടതാണ്. ഒരു 10 ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 അതാണ് എപ്പോഴും വരാം, ചിലപ്പോൾ 2 or 3. സാമ്പിൾ പോയിന്റ് എന്താണ് പഠിക്കണം, സാമ്പിൾ സ്പേസ്, ദെൻ ഇവൻ്റ്, ഷുവർ ഇവൻ്റ്, ഇതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. ദെൻ ഇമ്പോസിബിൾ ഇവൻ്റ്, അൺസർട്ടൺ, ഈക്വലി ലൈക്ലി ഇവൻ്റ്, ഇതൊക്കെ എന്താണെന്ന് പഠിക്കുക. മ്യൂച്വലി എക്സ്ക്ലൂസീവ്, എക്സോസ്റ്റീവ്, ദെൻ ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ്. അപ്പോൾ ഈ പറയുന്ന ടീമുകൾ നിർബന്ധമായും പഠിച്ചു വയ്ക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഡിഫറെൻറ്റ് സ്കൂൾ ഓഫ് തോട്ട് ഓൺ പ്രോബിലിറ്റി ഉണ്ട്. സോ ഇതിൽ നമുക്ക് പ്രോബ്ലംസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ പ്രോബ്ലംസ് നിങ്ങൾ അവസാനം പഠിച്ചാൽ മതി, സമയം ഉണ്ടെങ്കിൽ. ഏതെങ്കിലും ഒരെണ്ണം വരും, ബട്ട് ഒരുപാട് പ്രോബ്ലംസ് ചെയ്താലേ ഒരെണ്ണം വരണല്ലോ. അപ്പോൾ ഇതിൻ്റെ തിയറി വേണമെങ്കിൽ നോക്കി വയ്ക്കാം. ക്ലാസിക്കൽ തിയറി ഓഫ് പ്രോബിലിറ്റി എന്താണ്, അങ്ങനെ അഡീഷൻ 2 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം ഇടാം, 4 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം ഇടാം. ബട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര സമയം മെനക്കെടണമെന്ന് അറിയും. ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് അവസാനം നോക്കി വയ്ക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ടോപ്പിക്കുകൾ കഴിയില്ല. ഇനി മറ്റൊരു തിയറി, തിയറംസ് ഓഫ് പ്രോബിലിറ്റിയിൽ കണ്ട അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ. അത് ജസ്റ്റ് തിയറിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നോക്കി വയ്ക്കുക. ഇനി നിങ്ങൾക്കിവിടെ നോക്കാനുള്ളത് തിയറി ആയിട്ട് വരാറുള്ള 2 മാർക്കിൻ്റെ ബയസ് തിയറി ഉണ്ട്. കണ്ടീഷണൽ പ്രോബിലിറ്റിയാണ് സംഭവം. കണ്ടീഷണൽ പ്രോബിലിറ്റി എന്താണ് 2 മാർക്സിൻ്റെ പഠിക്കണം കേട്ടോ. ഇതാണ് നെക്സ്റ്റ് നിങ്ങൾ തിയറിക്ക് 2 മാർക്കിൻ്റെ വരാറുള്ളതാണ്. ഇൻവേഴ്സ് പ്രോബിലിറ്റി എന്താണ്, ബയസ് തിയറം എന്താണ്, ഓക്കെ, നിർബന്ധമായും പഠിക്കണം. വളരെ സിമ്പിൾ കൺസെപ്റ്റാണ്, 2 മാർക്കിൻ്റെ വരാറുള്ളതാണ് കേട്ടോ. സോ ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. പ്രോബ്ലംസ് ഞാൻ പറഞ്ഞു, നിങ്ങൾ അവസാനം നോക്കുക, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്. ഡിസ്ട്രിബ്യൂഷനിൽ നിന്നാണ് മെയിൻ ചോദ്യങ്ങൾ. സോ ആദ്യം പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ളതാണ്. അതൊക്കെ വെറുതെ എന്താ പറയുക, നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നോക്കിക്കോ. നമ്മുടെ മെയിൻ സംഭവം ഇവിടെയാണ്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ? 2 മാർക്കിൻ്റെ തിയറി പഠിക്കണം. ഈ ഇക്വേഷൻ എഴുതി ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വയ്ക്കുക. ഇനി നിങ്ങൾക്ക് ഇതിൽ മെയിനായിട്ട് പഠിക്കേണ്ടത് ഇതാണ്. SAQ 4 മാർക്കിൻ്റെനോ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് പഠിക്കുക. പിന്നെ ഇതിൽ 4 മാർക്കിൻ്റെ ഏതെങ്കിലും ഒരു പ്രോബ്ലം വരാം, അതല്ലെങ്കിൽ ഫിറ്റിംഗ്. ഇതാണ് ഈ ചാപ്റ്ററിലുള്ള 4 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം, അതല്ലെങ്കിൽ ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഫിറ്റിംഗ് ആണ് SAQ,
അപ്പോൾ OTയുടെ ബുക്കിലത്തെ അതേ ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ കണ്ടുവരാറ് കേട്ടോ. ഓക്കെ, ഫിറ്റിംഗ് 4 മാർക്ക് ടൈപ്പ് പ്രോബ്ലം. അതുപോലെ തന്നെ ഇവിടെയും പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് 2 മാർക്കിൻ്റെ തിയറി. അപ്പം നിങ്ങൾ ശരിക്കും ആദ്യം പഠിക്കുന്നത് പ്രോബിലിറ്റിയിൽ ഈ സംഭവങ്ങളാണ്. ആ തിയറി നോക്കിയിട്ട് പിന്നെ പ്രോപ്പർട്ടീസ് നോക്കുക. ദെൻ 4 മാർക്കിൻ്റെ ഇതിൽ നിന്ന് പ്രോബ്ലംസ് കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു essay പോയിസോണും അല്ല essay ബൈനോമിയലും 4 മാർക്ക് പ്രോബ്ലം ഞാൻ ഇതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, E - m m⁻⁴ ഇതിലും ഫിറ്റിംഗ് ഉണ്ട്. ഓക്കെ, ദെൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ബട്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു പ്രോബ്ലം ഇട്ടുണ്ടെങ്കിൽ അത് പേപ്പർ കുറച്ച് ടഫായി മാറും. കാരണം അത്യാവശ്യം ടൈം എടുത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു ചാപ്റ്ററാണ്. അപ്പം എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കുക, അതിൻ്റെ തിയറി നിർബന്ധമായും പഠിക്കുക. പ്രോപ്പർട്ടീസ് 3 ഡിസ്ട്രിബ്യൂഷനും എന്താണെന്നും അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കുക. യൂസസ് ഉണ്ട്. ഇതിലും ഈ പറഞ്ഞ പോലെ പ്രോബ്ലംസ് 4 മാർക്ക് അതിൻ്റെ ഫിറ്റിംഗ് ആണ്. ബട്ട് കൂടുതൽ വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കാം കേട്ടോ. കൂടുതൽ വരുന്നത് ബൈനോമിയൽ പോയിസോണാണ്. ഇതിൽ നിന്ന് വരില്ല എന്നല്ല, ബട്ട് കൂടുതൽ കണ്ടുവരുന്നത് ആ 2 നിന്നാണ് കേട്ടോ. നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. സോ ദാറ്റ്സ് അബൌട്ട് പ്രോബിലിറ്റി ഏരിയ. മൂവിങ് ടു ഹൈപ്പോത്തസിസ്. സോ ഇതിൽ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് 2 മാർക്സിൻ്റെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന തിയറീസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്താണ്, അതിൽ നെക്സ്റ്റ് ഹൈപ്പോത്തസിസ് 2 മാർക്ക് ചോദ്യം. ദെൻ നൾ ഹൈപ്പോത്തസിസ് എന്താണ്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താണ് 2 മാർക്ക് ചോദ്യം നിർബന്ധമായും പഠിക്കണം. ദെൻ സ്റ്റാൻഡേർഡ് എറർ എന്താണ്, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, അതൊക്കെ 2 മാർക്ക് ചോദ്യം. പാരാമെട്രിക് ടെസ്റ്റ് എന്താണ്, നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്താണ് 2 മാർക്ക് ചോദ്യം. പിന്നെ ZTEF ഒക്കെ ഉണ്ട്, അതൊക്കെ എന്താണെന്ന് നോക്കി വയ്ക്കാം. ദെൻ റിപ്പീറ്റ് തിയറി, ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ, വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യം, റിപ്പീറ്റാണ്, മിക്ക പേപ്പറിലും കാണാൻ സാധിക്കും. ദെൻ ഡിഗ്രി ഓഫ് ഫ്രീഡം നിർബന്ധമായും പഠിക്കണം, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. റിജക്ഷൻ റീജിയൻ ആൻഡ് ആക്സെപ്റ്റൻസ് റീജിയൻ റിപ്പീറ്റ് ചോദ്യം നിർബന്ധമായും പഠിക്കണം, റിപ്പീറ്റാണ് കേട്ടോ. ദെൻ 1 ടൈൽ ടെസ്റ്റ് എന്താണ്, 2 ടൈൽ ടെസ്റ്റ് എന്താണ് 2 മാർക്സ് ചോദ്യം. ഇതൊക്കെ 2 മാർക്ക് ചോദ്യങ്ങളുടെ റിപ്പീറ്റാണ്. പിന്നെ ഇനി ഇതൊക്കെ സെഡിൻ്റെ ടിയുടെയും പ്രോബ്ലംസ് ആണ്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നോക്കാം, ചിലപ്പോൾ ഒരെണ്ണം വിടാം. ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇനിയിപ്പോൾ ഇത് നേരം ഉണ്ടാവും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. സോ അതുകൊണ്ട് ചിലപ്പോഴൊക്കെ വരാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരുപാടുണ്ട്, ഇത് മൊത്തം പഠിച്ചുള്ള നേരം കളയരുത്. കാരണം നമുക്ക് അപ്പുറത്തെ ഓപ്ഷൻസ് കിട്ടില്ലോ. ബാക്കി ഞാൻ പറഞ്ഞ ഏരിയാസ് ഒക്കെ പഠിച്ചതിന് ശേഷം നിങ്ങൾ ഇതിലേക്ക് പോവുക. കണ്ടോ, ഒരുപാടുണ്ട്, അത്യാവശ്യം ടഫാണ്, ബട്ട് ചിലപ്പോൾ മാത്രമാണ് കണ്ടുവരാറ്. ഇനി നമ്മുടെ മെയിൻ സംഭവം ഇതാണ്, കൈ സ്ക്വയർ ടെസ്റ്റ്. ഇതിൽ നിന്നാണ് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്നത്. ഇതാണ് കൈ സ്ക്വയർ ടെസ്റ്റ്, നിർബന്ധമായും പഠിക്കണം, 2 മാർക്കിൻ്റെ ചോദ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റാണ്. അതിൻ്റെ യൂസസ് നോക്കണം. ദെൻ അതിൻ്റെ പ്രോബ്ലം ഇതാ, ഈ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ 4 മാർക്കിൻ്റെയിലോ ഇനി SAക്ക് ഇടുമോ എന്നുള്ളത് അറിയില്ല. കൈ സ്കോറിൽ നിന്നൊരു പ്രോബ്ലം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, 4 മാർക്കിൻ്റെ ഇതാ ഈ ടൈപ്പ് കണ്ടിൻജൻസി ടേബിളിൻ്റെ പ്രോബ്ലംസാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് 4 മാർക്സിൻ്റെ 2 × 2. ഓക്കെ, അപ്പോൾ കൈ സ്ക്വയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാടുണ്ടെങ്കിലും ആദ്യത്തെ കണ്ടിൻജൻസി ടൈപ്പ് നോക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അനോവയിലേക്കാണ്. SAക്ക് ഇപ്പോഴും വരാറുള്ളതാണ്, ഭാഗ്യം പോലെ ഇരിക്കും. എന്താണ് അനോവ എന്നുള്ളത് നോക്കാം. 1 വേ അനോവയാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. 1 വേ 2 വേ ഇക്വേഷൻസ് പഠിച്ച് അപ്ലൈ ചെയ്താൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇതാണ് സംഭവം അല്ലേ, അനോവ ടേബിളിൽ പ്രസൻറ്റ് ചെയ്ത് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. 2 വേനേക്കാൾ കൂടുതൽ 1 വേ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. പലർക്കും 1 വേയും 2 വേയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക, എങ്ങനെയാണ് 2 വേ എന്ന് പറയുമ്പോൾ അവിടെ 2 ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും, 2 കാര്യങ്ങൾ തരും, എന്നിട്ട് കമ്പയർ ചെയ്യില്ല.
നേരെ മറിച്ച് വൺ വേയിൽ അങ്ങനെയല്ല, ഒന്നിനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരെണ്ണത്തിൽ തന്നെ രണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ ഇപ്പോൾ ഹ്യൂമൻ ബീങ്സിൽ തന്നെ എന്താണ് രണ്ട് പേര് എന്തിനാ മെയിൽ ഫീമെയിൽ വെച്ചിട്ട് കമ്പാരിസൺ. അങ്ങനെ ഒരു കാറ്റഗറിയിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ കമ്പാരിസനാണ്. മറ്റേതെന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് തരും, അതിൻ്റെ കമ്പാരിസനാണ് ടു വേയിൽ വരാം. ഓക്കെ, കൂടുതൽ വൺ വേ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് ഈ ചാപ്റ്ററിൽ പ്രതീക്ഷിക്കുന്നത്. വൺ വേയുടെ ഒരു പ്രോബ്ലമാണ് വരുന്നുണ്ടെങ്കിൽ വരെ അനോവ എന്താന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വലിച്ചു വാരി പഠിക്കാണ്ടിരിക്കും. ഇപ്പോൾ ഇതിൽ ഒരുപാട് കണ്ടൻസ് ഉണ്ട്. ഞാൻ മെയിനായിട്ട് പറഞ്ഞത് എന്താ, ചില ചാപ്റ്റേഴ്സിൽ നമ്മൾ മുഴുവൻ നോക്കാനുള്ളതുണ്ട്, അതല്ലാത്തത് വലിച്ചു വാരി പഠിക്കാണ്ട് മെയിൻ കാര്യങ്ങൾ മാത്രം നോക്കാം പഠിക്കുന്ന സമയത്ത്. അതാണ് ഞാനിവിടെ നിങ്ങൾക്ക് എടുത്ത് പറഞ്ഞു തന്നെ, നമ്മുടെ ചങ്ക് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് പഠിക്കുക. പ്രോബിലിറ്റിയുടെ ഏരിയയിലോട്ട് മുമ്പ് ബേസിക് തിയറി പറഞ്ഞത് നോക്കാം. ഡിസ്ട്രിബ്യൂഷൻ, ബൈനോമിയൽ, പോയിസോൺ, നോർമൽ ഉണ്ട്. ബൈനോമിയലിനും പോയിസോണിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, നോർമൽ നോക്കണം, അതിന് തിയറി. ഹൈപ്പോത്തസിസിൽ ബേസിക് തിയറി പറഞ്ഞ് നോക്കുക. കൈ സ്ക്വയറും അനോവയും കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, ഇതിൽ പറഞ്ഞ തിയറീസൊക്കെ നോക്കുക. ഹൈപ്പോത്തസിസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ്സ് അബൌട്ട് 2014 അഡ്മിഷൻ സ്റ്റുഡൻസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽസ് ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. എനിക്ക് സൗണ്ടിൽ ചെറിയൊരു കേൾക്കുമ്പോൾ അറിയാം, ചുമയൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. ബട്ട് നിങ്ങൾക്ക് എക്സാമിന് കുറച്ച് ദിവസം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ എന്താ പറയുക ഇരട്ടി ഫോട്ടോ എടുത്തിട്ട് ഈ വീഡിയോ എടുത്തത്. സോ എല്ലാവരും ഒന്ന് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS signing off. Have a nice day. Thank you.